യുവരാജ് മരം മുറിച്ച് കടത്തിയ SP സുജിത് ദാസിന് സസ്പെൻഷൻ. പക്ഷേ അതിലും വലിയ അലിഗേഷൻ, വലിയ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, അതുപോലെ പൊട്ടിക്കൽ കേസ്, പിന്നെ മറ്റേ ലഹരി ആ സംഘത്തിൽപ്പെട്ട ആൾക്കാരുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം, പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ അയാളുടെ തിരോധാനം, അങ്ങനെ ഇതിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായിയെയും അതുപോലെ മകളെയും രക്ഷിക്കാൻ വേണ്ടി പോലും അദ്ദേഹം ഇടപെട്ടു. അതിനുവേണ്ടിയാണ് അദ്ദേഹം വിജിലൻസ് അതിൻ്റെ തലപ്പത്തിരുന്ന സമയത്ത്, വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇടപെട്ടത് എന്നുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ലഘൂകരിച്ച് കാണുന്നു. മരം മുറിച്ച് കടത്തിയ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുക്കുന്നു, ഇദ്ദേഹത്തെ ഇപ്പോഴും നിലനിർത്തുന്നു, ആ പദവിയിൽ തന്നെ ഇരുത്തുന്നു. എന്താണ് അതിൻ്റെ ലോജിക്ക്? അല്ല, ലോജിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിനെ ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ CPM-ൻ്റെ സഹയാത്രികൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അദ്ദേഹം ഏതോ ജോൾസിൻ്റെ അടുത്ത് പോകാൻ പോവുകയാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ എന്താണെന്ന് ഗണിച്ച് പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന് തന്നെ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. കാരണം തിരുവനന്തപുരത്താണ് ഈ അന്വേഷണവും സെക്രട്ടേറിയറ്റും ഭരണ സംവിധാനവും മൊത്തം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് കാര്യങ്ങളെ അറിയാൻ പറ്റുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ നിന്ന് അറിയാൻ പറ്റില്ല, ഇനി പാഴൂർ പടിപ്പുരയിൽ പോയാൽ മാത്രമേ അറിയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിനെ ഒറ്റ വരിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം രാഷ്ട്രീയം സാധാരണ കോമൺ സെൻസോ ലോജിക്കോ വെച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകാത്ത തലത്തിൽ കുഴഞ്ഞു മറിഞ്ഞാണ് ഈ അവസ്ഥ നിലവിൽ നിൽക്കുന്നത്. മരം മുറിച്ച് കടത്തിയ ആൾക്ക് സസ്പെൻഷൻ, കൊലപാതകം, സ്വർണ്ണക്കടത്ത്, ഈ പറയുന്ന ഗുണ്ടാപ്പണി, ബലാത്സംഗം, ഇതെല്ലാം ചെയ്തു വന്ന ഒരു അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ സുരക്ഷിതനായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഗുരുതരമായിട്ടുള്ള എന്തോ കാര്യം അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ളതിൻ്റെ കടപ്പാട് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതമായ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമുക്ക് അവിടെയാണ് ആ ഒരു കാര്യം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീ ഡോക്ടർ ജയരാജ് അദ്ദേഹം തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV അൻവറിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യനെ നോക്കിയിട്ട് അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഒരു കള്ളനാണ് എന്നാണ്. അതായത് ഭരണകക്ഷിയിലുള്ള ഒരു MLA വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കള്ളനാണ് എന്നാണ് ഇടതുപക്ഷ സഹയാത്രികർ പോലും വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അയാൾ പറയുന്നതിനകത്ത് കുറേ വിശ്വസിക്കാൻ, കുറേ പറ്റില്ല. അതെന്ത് ഏർപ്പാടാണ്? ഒരു പാലിൽ കുറച്ച് വിഷം ഒഴിച്ചു തന്നു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കുടിക്കാൻ പറ്റില്ല എന്നാണ്. പാല് പരിപൂർണമായിട്ട് വിഷമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ പറയുന്നത്, ഒരു MLA പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാതെ മര്യാദയ്ക്ക് സംസാരിക്കൂ. എന്താ വളച്ചൊടിച്ചത്? അല്ല, എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആകുന്ന സമയത്ത് ഞാൻ പറയാൻ കേട്ടോ, എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ആകുന്ന സമയത്ത് ഞാൻ പറയാൻ കേട്ടോ. താങ്കൾ തന്നെയാണ് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞത് PV അൻവർ പറയുന്ന കാര്യങ്ങളെ പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഞാനല്ല പറഞ്ഞത്, താങ്കളാണ് ഇത്രയധികം ജനങ്ങൾ കേൾക്കാൻ ലൈവില് ഇതേ ചാനലിലിരുന്ന് പറഞ്ഞത് PV അൻവർ പറയുന്നതിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് വിശ്വസിക്കാൻ കഴിയുന്നത്? താങ്കൾക്ക് സൗകര്യമുള്ളത് മാത്രം വിശ്വസിക്കാം, താങ്കൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും വിശ്വസിക്കേണ്ടതാണോ? അതെന്ത് തരമാണ്? എന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുക. ഒരു ദുർവ്യാഖ്യാനം ഇല്ല, ശരിയായി തന്നെയാണ് വ്യാഖ്യാനം ചെയ്തത്. താങ്കളാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ വിശ്വസിക്കാം, ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഞാനാണോ പറഞ്ഞത്? താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. അതെന്ത് ദുർവ്യാഖ്യാനമാണ്? അത് ദുർവ്യാഖ്യാനമാണെങ്കിൽ താങ്കൾ അത് തിരുത്തണം. എങ്കിൽ PV അൻവറിനെ പരിപൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയണം. അല്ല, താങ്കൾ പറയൂ PV അൻവറിനെ പരിപൂർണമായി വിശ്വസിക്കാതെ താങ്കൾ പറയൂ. ഞാൻ താങ്കളുടെ വാക്കുകൾ ഒന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല, താങ്കൾക്ക് വിട്ടുതരികയാണ്. ബോർഡ് താങ്കളുടെ കോർട്ടിൽ വിട്ടുതരികയാണ്. PV അൻവറിനെ 100% വിശ്വസിക്കാൻ താങ്കൾ പറയൂ. പറ്റുമോ ഡോക്ടർ ജയരാജ്? ഞാൻ വിട്ടു, കളി ഞാൻ വിട്ടു, താങ്കൾ പറഞ്ഞാൽ മതി. സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ലല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല. താങ്കൾ നേരത്തെ കൊടുത്ത സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. PV അൻവർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ്, അത്രേ ഉള്ളൂ.
ഇടതുപക്ഷ സഹയാത്രികർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അൻവറിനെ. വളച്ചൊടിക്കാതെ എന്ത് വളച്ചൊടിക്കുന്നു? ഞാൻ അതാണ് താങ്കളോട് ചോദിക്കുന്നത്. ഞാൻ വളച്ചൊടിക്കുന്നില്ല, വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇടതുപക്ഷത്തെ MLA ആണ് PV അൻവർ. അദ്ദേഹത്തെ പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റുമോ പറ്റില്ലയോ? താങ്കൾ അത് പറഞ്ഞാൽ മതി. പ്രിസീഡിംഗ് ഇൻസിഡൻസ് ചില കാര്യങ്ങൾ തെറ്റായി അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അത്രേ ഉള്ളൂ. അതാണ് ഞാനും പറഞ്ഞുള്ളൂ. അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ PV അൻവർ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ PV അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണ്ട. ഇതെന്താ AKG സെന്റർ ആണോ സാറേ കേരളം മൊത്തം എന്ന് പറയുന്നത്? നിങ്ങളത് AKG സെന്ററിനകത്തിരുന്ന് പറഞ്ഞാൽ മതി. ആവശ്യമുള്ളത്, തീവ്രത കൂടിയത്, തീവ്രത കുറഞ്ഞത്, ഇതൊക്കെ AKG സെന്ററിനകത്ത് പറഞ്ഞാൽ മതി. കേരളത്തിലെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടുന്ന സാഹചര്യം ഇല്ല. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട സാഹചര്യം ഇല്ല.